ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. മുദ്ര ലോൺ നമ്മുടെ നാട്ടിലെ ഒരുപാട് ചെറുകിട സംരംഭകരെ വളർത്തിയിട്ടുള്ള ഒരു ലോൺ സ്കീമാണ് മുദ്ര ലോൺ. 10 ലക്ഷം രൂപ വരെയാണ് ഇതിൽ വായ്പ പറയുന്നത്. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ മാനദണ്ഡങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ ലോൺ എടുക്കേണ്ടതായി വരുന്നതാണ്. ചെറുകിട സംരംഭങ്ങളെ സംരക്ഷിക്കുക, വളർത്തുക എന്നതാണ് മുദ്ര ലോണിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മുടെ നാട്ടിലുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളെല്ലാം മുദ്ര ലോൺ നൽകി വരുന്നുണ്ട്. മുദ്ര ലോൺ എടുക്കാൻ പോകുന്ന നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ബിസിനസ് പ്ലാനും ബിസിനസ് രേഖകളും തീർച്ചയായിട്ടും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. നമുക്കൊരു ബിസിനസ് രജിസ്ട്രേഷൻ വേണം. നമുക്ക് ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലം വേണം. ബാങ്കിൽ നിന്ന് തീർച്ചയായിട്ടും ചെക്കിങ്ങിന് വേണ്ടി വരുന്നതായിരിക്കും. ആ സമയത്ത് നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ കഴിയണം. നമ്മുടെ കയ്യിലുള്ള രേഖകളും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കാൻ കഴിയണം. നമ്മൾ എവിടെയാണ് ബിസിനസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കാൻ കഴിയണം. അതേപോലെ തന്നെ ഈ ലോണ് ഗവൺമെന്റ് 3 രീതിക്കാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ശിശു, കിഷോർ, തരുൺ, അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ ശിശു എന്ന് പറയുന്നത് 50,000 രൂപ വരെ വായ്പയ്ക്കുള്ള ഒരു പദ്ധതിയാണ്. നമ്മൾ ഈ പദ്ധതിയുടെ കീഴിലാണ് നമ്മൾ ലോണിന് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞാൽ കിഷോർ എന്ന ഒരു പദ്ധതി അവൈലബിൾ ആണ്. അത് 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ആ പദ്ധതിയിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ തരുൺ എന്ന പദ്ധതിയിലാണ് നമുക്ക് 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ലഭിക്കുന്നത്. ഈ തുകകൾ നമ്മൾ എക്സാക്ട് 5 ലക്ഷം എടുക്കണം, 10 ലക്ഷം എടുക്കണം എന്നൊന്നുമില്ല. നമ്മുടെ പ്രൊജക്റ്റിന് എന്താണോ, ഏത് തുകയാണോ ആവശ്യമായി വരുന്നത് ആ തുകയാണ് നമ്മൾ ലോണായിട്ട് എടുക്കേണ്ടത്. വളർന്നു വരുന്ന പുതിയ തലമുറയിൽ ഒരുപാട് യുവാക്കൾ ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളവരാണ്. അവർക്ക് കൊടുക്കാൻ പ്രത്യേകിച്ച് ഈടോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു വ്യക്തമായ ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് മുദ്ര ലോൺ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈടോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ഇതിന് കൊടുക്കേണ്ടതായിട്ടില്ല. നമുക്കിനിപ്പോ ഏതൊക്കെ ബിസിനസ്സുകൾക്ക് ഈ ലോൺ കിട്ടും എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പലരും ഡൗട്ട് ഉണ്ടാവും. നമ്മൾ പലരും ഡ്രൈവർമാരും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവർക്ക് വണ്ടി വാങ്ങുന്നതിന് ഇത് ലോൺ കിട്ടുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും അതൊരു ജീവിത മാർഗവും ഒരു വരുമാന മാർഗവുമാണ്. നിങ്ങൾക്ക് ഒരു വണ്ടി വാങ്ങുന്നതിന് നിങ്ങൾക്ക് അവിടെ ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അതേപോലെ ട്രാക്ടറുകൾ വാങ്ങാൻ അപേക്ഷിക്കാവുന്നതാണ്, ട്രക്കുകൾ വാങ്ങാൻ അപേക്ഷിക്കാവുന്നതാണ്, പവർ ടില്ലറുകൾ വാങ്ങാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ലോണിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഇനി ഒരു സലൂൺ തുടങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പോവാണ്, ജിംനേഷ്യം തുടങ്ങാൻ പോവാണ്, ബോഡി പൂക്കൾ തുടങ്ങാൻ പോവാണ്, ടൈലറിംഗ് തുടങ്ങാൻ പോവുകയാണ്, അതേപോലെ ഡ്രൈ ക്ലീനിങ് ഷോപ്പ് തുടങ്ങാൻ പോവാണ്, മോട്ടോർ സൈക്കിൾ റിപ്പയർ ഷോപ്പുകൾ തുടങ്ങാൻ പോവുകയാണ്, അതേപോലെ DTP ഷോപ്പ് തുടങ്ങാൻ പോവുകയാണ്, ഫോട്ടോ കോപ്പി സൗകര്യങ്ങൾ തുടങ്ങാൻ പോവുകയാണ്, മരുന്ന് കടകൾ തുടങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കൊറിയർ ഏജൻസി തുടങ്ങാൻ പോവുകയാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ മുദ്ര ലോണിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. പപ്പട നിർമ്മാണം, അച്ചാർ നിർമ്മാണം, ജാം, ജെല്ലി നിർമ്മാണം, ഗ്രാമീണ തലത്തിൽ കാർഷികോൽപ്പന്ന സംരക്ഷണം, മധുരപലഹാരങ്ങളുടെ നിർമ്മാണം, ചെറിയ സർവീസ് ഫുഡ് സ്റ്റാളുകളുടെ നിർമ്മാണം, കാറ്ററിംഗ് നിർമ്മാണം, ക്യാൻറ്റീൻ സേവനങ്ങളുടെ നിർമ്മാണം, അതേപോലെ കോൾഡ് ചെയിൻ വാഹനങ്ങളുടെ പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കൽ, അതേപോലെ കോൾഡ് സ്റ്റോറേജുകൾ, ഐസ് നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങാൻ, ഒരു ചെറിയ ഐസ്ക്രീം യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട്, ബിസ്ക്കറ്റ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട്, ബ്രെഡ് ബൺ നിർമ്മാണങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ഇതിനും നമുക്ക് ലോൺ ഇവിടെ അവൈലബിൾ ആണ്. കൈത്തറി, പവർലൂം, ഖാദി പ്രവർത്തനങ്ങൾ, ചിക്കൻ വർക്ക്, സാരി, സർദേസി വർക്ക്, പരമ്പരാഗത എംബ്രോയിഡറി വർക്ക്, ഹാൻഡ് വർക്ക്, പരമ്പരാഗത ഡൈയിങ് ആൻഡ് പ്രിന്റിംഗ്, വസ്ത്ര രൂപകൽപ്പന, നെയ്ത്ത്, കോട്ടൺ ജിന്നിങ്, കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി, സ്റ്റിച്ചിങ്, ബാഗുകൾ, വാഹന സാധനങ്ങൾ തുടങ്ങിയ തുണിത്തരങ്ങൾ ആവശ്യമായി വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും നമുക്ക് ഈ പറയുന്ന മുദ്ര ലോണിന് അപേക്ഷിക്കാവുന്നതാണ്. നമ്മളൊരു വ്യാപാര കട തുടങ്ങുകയാണെങ്കിൽ നമുക്ക്
മുദ്ര ലോണിന് അപേക്ഷിക്കാം. ഒരു ഫാം തുടങ്ങുകയാണെങ്കിൽ മുദ്ര ലോണിന് അപേക്ഷിക്കാം. അതേപോലെ യന്ത്രങ്ങൾ വാങ്ങിയിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് നമുക്കിത് ഉപയോഗിക്കാം. അതേപോലെ ഉപകരണങ്ങൾ വാങ്ങി ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ കാർഷിക രംഗത്തുള്ള ഒരു വ്യക്തിയാണെന്നിരിക്കെ നമുക്ക് മത്സ്യകൃഷി തുടങ്ങാനോ കന്നുകാലി വളർത്താനോ അങ്ങനെയുള്ള കാര്യങ്ങൾ, കാർഷിക വ്യവസായങ്ങളുടെ ഡയറി, മത്സ്യബന്ധനം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മിഷനറി വാങ്ങാനോ ഇതിനൊക്കെ വേണ്ടി നമുക്ക് മുദ്ര ലോൺ ഉപയോഗിക്കാവുന്നതാണ്. നിലവിൽ മുദ്ര ലോൺ നൽകുന്ന ബാങ്കുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ബാങ്ക് ഓഫ് ബറോഡ, കനറ ബാങ്ക്, കാഷ്പർ മൈക്രോ ക്രെഡിറ്റ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്, ദിഗംബർ ഫിനാൻസ്, ESMF സ്മോൾ ഫിനാൻസ് ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക്, ജമ്മു കാശ്മീർ ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക്, മിഡ്ലാൻഡ് മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്. നമ്മൾ ഈ മുദ്ര ലോൺ എടുക്കുന്നതിന് നമ്മൾ നമ്മുടെ കയ്യിൽ കരുതേണ്ട പ്രൂഫുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ID പ്രൂഫ് എന്ന് ഉദ്ദേശിക്കുന്ന ആധാർ, വോട്ടർ ID, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് മുതലായവയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ വിലാസം തെളിവ്, അതായത് ഇലക്ട്രിസിറ്റി ബില്ല്, ലോൺ ബില്ല്, ഗ്യാസ് ബില്ല്, വാട്ടർ ബില്ല്, ഇതിലേതെങ്കിലും ഒന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ വിലാസത്തിന് തെളിയിക്കാവുന്നതാണ്. നമ്മൾ ബിസിനസിന്റെ തെളിവ് എന്ന് പറയുമ്പോൾ ബിസിനസിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കയ്യിൽ കരുതാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഒന്നാമത്തെ ഘട്ടം നമ്മൾ കടന്നു. ഇത്രയും പ്രൂഫുകൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നാം ഘട്ടം കംപ്ലീറ്റഡ് ആയി നമുക്ക് ലോണിന് അപേക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ബാങ്കുകളിൽ ഏതെങ്കിലും ബാങ്കുകളെ സമീപിക്കുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ഘട്ടം. അത് കഴിഞ്ഞാൽ ലോൺ അപേക്ഷ ഫോം ഉണ്ട്, അത് പൂരിപ്പിക്കുക. അത് നമുക്ക് ബാങ്കിൽ നിന്ന് തന്നെ ലഭിക്കും. ആ ഫോം പൂരിപ്പിച്ചുകൊണ്ട് കൊടുക്കുക. ആ ഫോം പൂരിപ്പിച്ച് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ ബിസിനസിന്റെ വ്യക്തമായ രൂപരേഖയും കൊടുക്കുക. അതായത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്ന തുക ചെലവാക്കാൻ പോകുന്നത്, എന്തിനൊക്കെയാണ് ഈ തുക ചെലവാക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപയുടെ ഇടയിലുള്ള തരുൺ പദ്ധതിയിൽ വരുന്ന ഏത് തുക വേണമെങ്കിലും സ്വീകരിക്കാം. അതായത് 3 സ്വീകരിക്കാം കേട്ടോ. ശിശു, കിഷോർ, തരുൺ 3 ഏത് പദ്ധതിയാണോ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് ആ പദ്ധതി സ്വീകരിക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോണിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പാസ്സാവുന്നതാണ്. പ്രത്യേകിച്ച് ഈടോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട. നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത് വ്യക്തമായ ഒരു ബിസിനസ് രേഖ മാത്രമാണ്. നല്ലൊരു രീതിക്കുള്ള ഒരു ബിസിനസ് രേഖ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ബാങ്കുമായി സമീപിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോൺ ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.